ശ്രീകോവിലിന്റെ വാതിലിന് പിന്തിരിഞ്ഞു നിൽക്കുന്ന മൂർത്തി. ഭക്തന്റെ വിളിയിൽ ഉറച്ചുനിന്ന പ്രതിഷ്ഠ പോലും ദിക്ക് തിരിഞ്ഞു നോക്കി. വിളിച്ചത് ഭക്തൻ കനകദാസൻ. ആ വിളിയിൽ പിന്തിരിഞ്ഞത് ഉടുപ്പി ശ്രീകൃഷ്ണൻ. ഉച്ചനീചത്വങ്ങളുടെ പേരിൽ ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാതിരുന്ന കനകദാസന് കണ്ണനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം സഹിക്കാതെയായി. ശ്രീകോവിലിന്റെ പിറകിലായിരുന്ന കനകദാസൻ അകമഴിഞ്ഞ് ഭഗവാനെ വിളിച്ചു. കൃഷ്ണ നീ ബേഗേന ബറു എന്ന് തുടങ്ങുന്ന കീർത്തനം പാടി. ജഗതോദ്ധാരകനായ ഭഗവാന് എന്റെ മുന്നിൽ വരാൻ എന്തു തടസ്സം എന്ന് ചിന്തിച്ചു പാടുന്ന വരികൾ പാടിത്തീർന്നപ്പോഴേക്കും കനകദാസൻ പൊട്ടിക്കരഞ്ഞു. ഈ വിളിക്ക് മുൻപിൽ മുഖം കാണിക്കാതിരിക്കാൻ ഭഗവാന് കഴിഞ്ഞില്ല. കിഴക്കോട്ട് ദർശനം നൽകിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഭക്തൻ കനകദാസന് കാണാൻ വേണ്ടി പടിഞ്ഞാറേക്ക് തിരിഞ്ഞു നിന്നത്രേ. കണ്ണന്റെ കയ്യിൽ കരുതിയ മത്തുകൊണ്ട് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി കനകദാസന് തന്റെ തിരുമുഖ ദർശനം നൽകി. ഇപ്പോഴും ശ്രീകോവിലിലെ പ്രധാന വാതിലിൽ കൂടി നോക്കിയാൽ ഭഗവാന്റെ മുഖം ദർശിക്കാനാകില്ല. കനകദാസന് ദർശനം നൽകിയ ദ്വാരം കനകനകിണ്ടി എന്നറിയപ്പെടുന്നു. ഈ വാതിലിൽ കൂടി നോക്കിയാൽ മാത്രമാണ് ഉടുപ്പി ഉണ്ണിക്കണ്ണന്റെ തിരുമുഖം കാണാനാകുന്നത്.